ഹലോ, ഇത് കിടക്കണ കണ്ടാ ഇവൻ്റെ ഈ തല ലക്ഷ്യമിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇത് മുറിക്കുകയാണ്. എൻ്റെ ബലമായ സംശയം മാത്രമല്ല, എന്നോട് അയാൾ പറഞ്ഞത് നെയ്മീൻ എന്നാണ്. അമ്മ പറയണു അയക്കൂറയാണെന്ന്, ആൾ പറഞ്ഞത് അയക്കൂറയാണെന്ന്, ഞാൻ പറയുന്നത് നെയ്മീനാണെന്നിട്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യമായ സ്ഥാനം അങ്ങോട്ട് മുറിച്ച് മാറ്റി. അതിനുശേഷം മീനിൻ്റെ വേസ്റ്റൊക്കെ എടുക്കുക. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് നെയ്മീനാണോ അയക്കൂറയാണോ എന്ന്. ഞാൻ ഇപ്പോഴും പറയണു നെയ്മീൻ. അമ്മ പറയണു അയക്കൂറാന്ന്. അപ്പോൾ ആ ചേട്ടൻ തല തൂക്കം നോക്കി 150 രൂപയ്ക്കുണ്ടോ. അയ്യോ ചേട്ടാ, തലേൻ്റെ നടുമുറിക്കല്ലേ, ചുണ്ടും ആ പൂവും ഒന്ന് മാറ്റി തന്നാൽ മതി. അപ്പോൾ ആൾ തല പൊളിച്ചിട്ട് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് പൂവിന് ടേസ്റ്റ് ഉണ്ടാവും, കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ തല ഞാൻ വാങ്ങി കയ്യിൽ വെച്ചു. ആ മീൻ നടുമുറിക്കണമെന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ 150 രൂപ പൈസയും കൊടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം അമ്മ തല നന്നായി പൈപ്പിൽ ചോട്ടിലിട്ട് ഒരുപാട് പ്രാവശ്യം കഴുകി തന്നു. പക്ഷേ ഇന്നിങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബ്ലഡ് മൊത്തം പോട്ടെ പറഞ്ഞ് ഞാൻ മീനിങ്ങനെ തലവനെ കുത്തനെ വെച്ചു. അതിനുശേഷം എനിക്ക് വേണ്ട സാധനമൊക്കെ സെറ്റാക്കി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരി, തക്കാളി. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി ഒന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ചതച്ചെടുത്തു. അതേ മിക്സിൻ്റെ ജാറിലേക്ക് തക്കാളി, 2 നല്ല പഴുത്ത തക്കാളി ഇട്ട് നന്നായി അരച്ചെടുത്തു. ഇതൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം മൺചട്ടിയിലേക്ക് ഒരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ കടുക് ഇട്ട്, അതും പൊട്ടി വന്നപ്പോഴേക്ക് പെരിഞ്ചീരകം ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തൊട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയും കാന്താരിയും ഇട്ടു. അത് നന്നായി മൂത്ത് വന്നപ്പോൾ തക്കാളി അരച്ചതൊഴിച്ച് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വഴന്ന് വന്നപ്പോൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് പച്ചമണം മാറോളം വഴറ്റിയെടുത്ത്, അതിന് ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി ഒന്നും കൂടി നന്നായി ഒന്ന് ഞരടി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ആ വെള്ളം തിളപ്പിച്ച് ആ പുളിവെള്ളം തിളപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വറ്റിച്ചെടുത്തതിന് ശേഷം ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ആ കറി നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ആ തല എടുത്ത് വെച്ചു. തല മുങ്ങി കിടക്കുന്നില്ലായിരുന്നു. തിരിച്ചും മറിച്ചും 10 മിനിറ്റ് അങ്ങനെ വേവിച്ചൊരു 3/4 മണിക്കൂറോളം ഞാൻ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചാറിങ്ങനെ മുക്കി ഒഴിച്ച് കൊടുത്തുകൊണ്ട് നിന്നു. കാരണം കുഞ്ഞു ചട്ടിയാണ്, വലിയ തലയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് നെയ്മീനാണോ അയക്കൂറയാണോ എന്നൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അടുപ്പ് ഓഫാക്കിയിട്ട് രാവിലെ ആയപ്പോഴേക്കും അമ്മ കപ്പ പുഴുങ്ങി ഉടച്ച് വറവിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് രാവിലെ മീനും ഒന്ന് തിളപ്പിച്ചിരുന്നു. ആ കറി എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല മണം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് കഷ്ണം പിച്ചെടുത്ത് അമ്പാടിക്കൊന്ന് കൊടുത്ത് നോക്കി. അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പറായിരുന്നു. അതിൻ്റെ ശേഷം ഇതായിരുന്നു ഒരവസ്ഥ.